സൗദി അറേബ്യയിൽ നിയമലംഘകരായ പ്രവാസികൾക്കെതിരെ നടപടി ശക്തമാക്കിയ ആഭ്യന്തര മന്ത്രാലയം. ഒരാഴ്ചയ്ക്കിടെ 12,000-ലേറെ നിയമലംഘകരെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ നിയമലംഘകരായ പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കിടെ 12,000-ഓളം പ്രവാസികളെയാണ് പിടികൂടിയത്. ഈ മാസം 19 മുതൽ 25 വരെയുള്ള കാലയളവിൽ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകർ പിടിയിലായത്. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചവരാണ് ഇതിൽ ഏറെയും. അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച നിരവധി പേരും അറസ്റ്റിലായി. 7,650 പേരും താമസ നിയമലംഘനം നടത്തിയവരാണ്. അതിർത്തി സുരക്ഷാ നിയമം ലംഘിച്ച 2,952 പേരും തൊഴിൽ നിയമം ലംഘിച്ച 1,365 പേരും ഇതിൽ ഉൾപ്പെടുന്നു. അനധികൃതമായി അതിർത്തി കടന്ന് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച 1,140 പേരെയും പിടികൂടി. ഇതിൽ 71% എത്യോപ്യക്കാരും 26% യമനികളുമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതിനു പുറമെ അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച 42 പേരെയും നിയമലംഘകർക്ക് സഹായം നൽകിയ 17 പേരെയും അറസ്റ്റ് ചെയ്തു. നിലവിൽ 29,316 പുരുഷന്മാരും 3,641 സ്ത്രീകളും നിയമ നടപടികൾ നേരിടുകയാണ്. ഇതിൽ 23,238 പേരെ യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി അതത് രാജ്യങ്ങളുടെ എംബസികൾക്ക് കൈമാറി. 5,111 പേരെ ഇതിനകം നാട് കടത്തി. മറ്റുള്ളവരുടെ യാത്രാ നടപടികൾ പൂർത്തിയാക്കി വരുന്നതായി അധികൃതർ അറിയിച്ചു. അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ സഹായിക്കുന്നവർക്കും അവർക്ക് താമസ സൗകര്യവും ജോലിയും നൽകുന്നവർക്കും കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ഇത്തരക്കാരെ കാത്തിരിക്കുന്നത്. നിയമലംഘകർക്ക് സഹായം നൽകുന്നവരുടെ വാഹനങ്ങളും കണ്ടുകെട്ടും. നിയമലംഘകരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്നും ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ്, ടോൾ ഫ്രീ നമ്പർ എന്നിവ വഴി വിവരങ്ങൾ കൈമാറാനാകും. റിപ്പോർട്ടർ, റിയാദ്.